ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, നമ്മളുടെ ഡെയിലി ലൈഫിൽ എന്തുമാത്രം സ്ട്രെസ്സാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകാറുണ്ട് അല്ലേ? നമുക്ക് ഇന്നൊന്ന് സ്ട്രെസ് റിലീസിന് വേണ്ടിയിട്ട് ഒരു പാർക്കിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൊഹേസന പാർക്കിലേക്ക്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ മൊഹീസന പാർക്കിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് പോവാം. നമ്മളിതാ മൊഹീസന പാർക്കിലെത്തി. ഇതാണ് കേട്ടോ പാർക്ക്. അവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെ നമ്മൾ സാധാരണ പാർക്കിലൊക്കെ കാണാറുള്ള ടൈപ്പ് ചെടിയില്ലേ, അതുപോലെ ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നിൽ കൂടെ അവിടുത്തെ ശരിക്കുള്ള ഫെൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം ആൾക്കാർ ജോഗിങ്ങിനും വാക്കിങ്ങിനൊക്കെ ആയിട്ട് വരുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ. ഇങ്ങനെ യോഗയ്ക്കൊക്കെ ആയിട്ട് നല്ല കാമായിട്ടുള്ള പാർക്കാണ്. അപ്പോൾ യോഗയ്ക്കൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ വാക്കിംഗ് ഏരിയാസ് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയനേക്കാളും കൂടുതലുള്ളത് ഇതുപോലെ ആളുകൾക്ക് വാക്ക് ചെയ്യാനുള്ളതും ജോഗിങ്ങിനൊക്കെ ആയിട്ടുള്ള ഏരിയാസാണ് കൂടുതലുള്ളത് കേട്ടോ. 2 ചെറിയ പാർക്കുകളാണ് ഉള്ളത്. പിള്ളേർക്ക് അധികം അങ്ങനെ കളിക്കാനില്ല, കുറച്ച് 2 ചെറിയ പ്ലേ ഏരിയ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഫുള്ള് ഇതുപോലെ എക്സസൈസിനും ഒക്കെ ഉള്ളതാണ്, വാക്കിങ്ങിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്ക് കിടന്നാലോ? ഇത് കണ്ടില്ലേ, ടിക് ടാക്ക്. ഇത് കാണുമ്പോൾ ആരും കളിക്കാണ്ട് പോവില്ല അല്ലേ? പണ്ട് ഈ ഇതിലൊക്കെ കയറിയിട്ട് എന്തുമാത്രം തല ഇറങ്ങിയിട്ടുണ്ടെന്നറിയോ. എന്നാലും പിന്നെയും പിന്നെയും ഓടി ഓടി കയറുമായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ പാരൻസിനുണ്ടായിരുന്ന ടെൻഷൻസ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അന്ന് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ പാരൻസിൻ്റെ ടെൻഷനൊക്കെ ആര് നോക്കാനാ? ഇത് കണ്ടില്ലേ ഈ വാക്ക് വേ. ഈ പാർക്ക് ഫുള്ള് ഇങ്ങനെ ചുറ്റും ഒരുപാട് സ്പേസ് ഉണ്ട് ഇങ്ങനെ വാക്കിങ്ങിന്. അതിൻ്റെ ഇടയ്ക്ക് അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഞ്ചും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നടന്ന് ക്ഷീണിക്കുമ്പം ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബെഞ്ചൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, അപ്പം നല്ല രസമായിരിക്കും. കുറേ നടന്ന് കഴിഞ്ഞ് ക്ഷീണിച്ച് അവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ നല്ല രസമായിരിക്കും. പാരൻസിനാണെങ്കിലും കുട്ടികളെ കളിക്കാൻ വേണ്ടി വിട്ടിട്ട് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാമല്ലോ. ഈ പാർക്കുള്ളത് സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. പക്ഷേ ആ സിറ്റിയുടെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെയാണ് ഈ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് സിറ്റിയുടെ തിരക്കും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. ഇതൊക്കെ ബോഗൻവില്ല ഇഷ്ടം പോലെ ഉണ്ട്. അതവർ വെട്ടി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വളർന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. പൂക്കളെങ്കിൽ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ആ ഏരിയ ഫുള്ള് കുഞ്ഞു 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 ബോഗൻവില്ല പൂക്കൾ. ആ ബഞ്ചായിട്ടുള്ളത് വളർന്ന് വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. തണൽ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് ട്രാഫിക്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ യാതൊരു ഡിസ്റ്റർബൻസും ഈ പാർക്കിൻ്റെ അകത്തുള്ളവർക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇത് പാർക്കിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. കണ്ടില്ലേ, കുഞ്ഞുരുളം കല്ലൊക്കെ വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ സൈഡിൽ കുറേ കുഞ്ഞു കുഞ്ഞു ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വാട്ടറിനുള്ള ചെറിയ ട്യൂബ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചെടിക്ക് നനയാനുള്ള വെള്ളം കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇത് കണ്ട അരളിപ്പൂ. പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ഈ പൂ കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അവിടെ ഇങ്ങനത്തെ അരളിപ്പൂവിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. അതാണ് ഓർമ്മ വരുന്നത്.
എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാർക്ക്? ഇഷ്ടമായോ? എന്ത് രസമാണല്ലേ വൈകുന്നേരം സമയത്ത് നമ്മൾ ഫുൾ ഡേയിൽ ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു ഫുൾ ഡേ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് ആ പാർക്കിൽ കൂടെയൊക്കെ ഒരു വാക്ക് നടത്തുക, അല്ലെങ്കിൽ ആ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ചൊരു എന്താ പറയുക ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കഴിയുമ്പോൾ ആ മൈൻഡിലുള്ള സ്ട്രെസ്സെല്ലാം പോയി ഒന്ന് എത്രമാത്രം റിലാക്സ്ഡ് ആവും അല്ലേ? അതൊരു ഭയങ്കര പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും നിങ്ങളുടെ വാല്യുബിൾ കമൻസും ഇടണം കേട്ടോ. പിന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇത്രയും സപ്പോർട്ട് തന്നതിന്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.